ACCൻ്റെ ഡിസംബർ സെഷൻ്റെ റിസൾട്ട് ഇന്ന് അവൈലബിൾ ആയി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ് പ്രിൻഷ. ഐ എം ACCA സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ ഡിസംബർ സെഷനിലേക്ക് എഴുതിയിരുന്നത് AA പേപ്പർ ആയിരുന്നു, ഓഡിറ്റ് ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്ക് അറിയാം, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പേപ്പർ ആയിരുന്നു ഓഡിറ്റ്, തിയറി പേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഭയങ്കര ടൈം എടുത്ത് പഠിച്ചൊരു പേപ്പറാണ്. ഞാൻ പറയുമായിരുന്നു ACCയിൽ വന്നിട്ട് ഇത്രയും ടൈം ഞാനൊരു പേപ്പറിന് സ്പെൻഡ് ആക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ പാസ്സായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ സെഷൻ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ കണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സെഷനായിരുന്നു ഇത്. അപ്പോൾ എല്ലാം കൂടി മാനേജ് ആക്കാൻ പറ്റുമെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഫെയിൽ ആയതിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൻ എടുക്കുമ്പോഴും ഇൻസ്റ്റയത്തെ സ്റ്റോറി എടുക്കുമ്പോഴും റീൽസ് എടുക്കുമ്പോഴൊക്കെ പാസ്സായവരുടെയായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, എന്തായാലും നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. ഒരിക്കലും സങ്കടപ്പെടരുത് എന്ന് പറയാൻ എനിക്ക് യാതൊരു റൈറ്റില്ല. പക്ഷേ ഈ സങ്കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നാളത്തേക്കും കൊണ്ടുപോകാണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ എത്ര ആരെങ്കിലും സങ്കടപ്പെട്ടിരുന്നോ, പക്ഷേ നാളത്തേക്ക് ഇത് ക്യാരി ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ അടുത്ത സെഷനിൽ എഴുതാൻ പോകുന്ന സബ്ജക്റ്റിനെ അത് നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, ചിലപ്പോൾ ആരും ഉണ്ടാവാണ്ടിരിക്കാം. ആരുണ്ടായാലും ഏറ്റവും സപ്പോർട്ട് ഇപ്പോൾ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെയാണ്, സെൽഫ് മോട്ടിവേഷനാണ് വേണ്ടത്. അല്ലാതെ ബാക്കി ആരൊക്കെ എന്തൊക്കെ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു എഫക്റ്റും ഉണ്ടാകില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഏതൊക്കെ അറ്റംപ്റ്റിൽ ഏതൊക്കെ പേപ്പേഴ്സ് ക്ലിയർ ആക്കണം, നിങ്ങളൊരു പ്ലാൻ റെഡിയാക്കുക. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോകും. ACCയിൽ മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സെഷൻസ് പോണത് അറിയില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവാണ്ടിരിക്കുക. നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടുക, കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യുക. 2 ഡേയ്സിനുള്ളിൽ എന്തായാലും എക്സാം ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നു അവൈലബിൾ ആകും. അപ്പോൾ നമുക്ക് എക്സാം ഫീഡ്ബാക്ക് നോക്കാം, എന്നിട്ട് ഏത് സെക്ഷനിലാണ് മാർക്ക് പോയത് നോക്കാം, ഏത് ഏരിയാസാണ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടത് നോക്കാം. എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും. അടുത്ത സെഷൻ ഈ അറ്റംപ്റ്റിലേക്ക് എഴുതാൻ പറ്റിയിട്ട് പാസ്സായിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത അറ്റംപ്റ്റിൽ നമുക്ക് എന്തായാലും പാസ്സാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവാണ്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചോ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വിഷമിച്ച് സ്റ്റക്കായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുക. എത്ര ഓക്കെ ആവാൻ പറഞ്ഞാലും എനിക്കറിയാം നിങ്ങൾക്ക് ഓക്കെ ആകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എത്ര പെട്ടെന്ന് ഓക്കെ ആവണോ അത്ര നല്ലതാണ്. അല്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റിന് അതിൻ്റെ മാർക്കിന് നിങ്ങൾ എഫക്റ്റ് ചെയ്യും. സോ ഓക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.